വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകളിലെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട വസ്തുത യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളാണ്. ഏതാണ്ട് 3 പ്രഭാഷണങ്ങൾ വേദപുസ്തകത്തിൽ സുവിശേഷകന്മാർ എഴുതി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 3 വലിയ പ്രഭാഷണങ്ങൾ, ഈടുറ്റ ഘനമേറിയ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അത് യഥാക്രമം ഒലിവുമല പ്രഭാഷണം, അപ്പോൾ തന്നെ ഗിരിപ്രഭാഷണം, പിന്നെ ഉള്ളത് മാളികമുറിയിലെ സംഭാഷണം. ഇങ്ങനെ 3 വലിയ പ്രഭാഷണങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുകയാണ്. അതിലേറ്റവും ഭംഗിയുള്ളതും ലോകശ്രദ്ധയെ ആകർഷിച്ചതും ഇന്നും അനേകം പേർ വാഴ്ത്തിപ്പാടുന്നതും ഒരുപാട് മഹാരഥന്മാർ ഈ വേദഭാഗത്തു നിന്നും കോട്ട് ചെയ്തിട്ടുള്ളതുമായ പ്രസംഗം യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. ഒരു മതത്തിൻ്റെ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ ചട്ടവട്ടങ്ങളിൽ മാത്രം നിൽക്കാതെ ലോകത്തുള്ള ഏത് മനുഷ്യനും തൊടാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ഗിരിപ്രഭാഷണം ലോകത്തിൽ വളരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. ഗിരിപ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ ഭാഗ്യവാന്മാർ എന്നുള്ള വിശദീകരണത്തോടു കൂടിയാണ് യേശു തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. ഏതാണ്ട് 8ലധികം ഭാഗ്യവാന്മാരെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് യേശു തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നതെങ്കിൽ 7-ാമത്തെ അധ്യായത്തിലേക്ക്, മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് ആ പ്രഭാഷണം വന്നവസാനിക്കുമ്പോൾ ഭാഗ്യവാന്മാരിൽ നിന്ന് അത് ബുദ്ധിമാന്മാരിലേക്ക് മാറുകയാണ്. ജീവിതത്തിൽ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ കിട്ടിയ ഭാഗ്യത്തെ നിലനിർത്തുകയും ബുദ്ധിപരമായിട്ട് അതിനെ സമീപിച്ച് ആ നന്മയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ വലിയ കാര്യമെന്ന് യേശു തൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ നിന്ന് അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സന്ദേശമായിട്ട്, നല്ലൊരു ദൂതായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ ബുദ്ധിപരമായിരിക്കുന്ന ഇടപെടലോടുകൂടെ അതിനെ ജീവിതത്തിൽ നിലനിർത്തി ആ സന്തോഷത്തെ അനുഭവിക്കുന്നതാണ് ഭാഗ്യാവസ്ഥയുടെ ഏറ്റവും മെച്ചപ്പെട്ട രീതി എന്ന് പറയുന്നത്. ഇവിടെ 8ലധികം ഭാഗ്യവാന്മാരെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഭാഗ്യവാൻ എന്ന് പറയുന്നത് 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ആ ഭാഗ്യവാനെയാണ്. ആ വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുവാനായിട്ടിടയാത്തി. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ്. ആർക്കാണ് ദൈവത്തെ കാണാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏക മറുപടി, വളരെ സിമ്പിളായിട്ടുള്ളൊരു മറുപടി: ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തെ കാണാനായിട്ട് കഴിയുന്നതാണോ ദൈവം, അല്ലെങ്കിൽ ദൈവമുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവമില്ലെന്ന് പഠിപ്പിക്കുന്ന നിരീശ്വരന്മാർ, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയുള്ള ചിന്തകൾ സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ സജീവമാക്കി തീർത്തുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരണം, പിതാവിനെ കാണിച്ചു തരണം. യേശു ധൈര്യത്തോടെ കൂടെ പറയുകയാണ്: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. യേശുവിനെ കണ്ടവർ നിശ്ചയമായിട്ടും ദൈവത്തെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യേശു തൻ്റെ ശിഷ്യനോട് പറയുന്നത് വഴി ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരാൾ ദൈവത്തെ കാണാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ ഏക വഴി യേശുക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ദൈവത്തെ കണ്ടിരിക്കുകയാണ്. ദൈവത്തെ കാണാനുള്ള ഏക വഴിയാണ് ക്രിസ്തു എന്നുള്ളത് കാര്യം മറന്നു പോകരുത്. യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതത്തിൽ അംഗീകരിക്കാനായിട്ട് കഴിയുന്നത്? യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്തിനാണ് മരിക്കേണ്ടിയിരുന്നത്? സകല മനുഷ്യരും പാപത്തിൽ നിറഞ്ഞാടി ഇങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിൽ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് പാപം കൂടാതെ ഒരുത്തൻ്റെ രക്തം ഒഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ പാപം കൂടാതെയുള്ളവരെ രക്തച്ചൊരിച്ചിലിന് വേണ്ടിയിട്ടാണ് യേശു കാൽവരിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സകല മാനവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിലാക്കിക്കൊണ്ട് യേശു നമുക്ക് വേണ്ടിയിട്ട് പകരം യാഗമാകുവാനായിട്ട് ഇടയായി തീർന്നു. നാം ചുമക്കേണ്ടിയിരുന്ന ശിക്ഷ യേശുവിൻ്റെ മേലായതുകൊണ്ട് നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യന് ആ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അവൻ യേശുവിനോട് ഏറ്റുപറയേണ്ട ഒരു കാര്യമുണ്ട്: ഞാൻ പാപിയായിരുന്നു, നീ എന്നെ രക്ഷിച്ചു, ഇനി എനിക്ക് ആ പാപത്തിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല, പകരം എന്നിൽ നീ വാഴണമെന്ന് പറഞ്ഞ് യേശുവിനെ ഒരുത്തൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴത്തേക്കുമാണ് യേശു അവൻ്റെ ഉള്ളത്തിലേക്ക് വരുന്നത്. അന്ന് മുതലാണ് യേശുവിനെ ഒരുവന് കാണാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ സ്വന്തം രക്ഷിതാവായി യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് യേശു ഹൃദയത്തിൽ പുറത്തു നിൽക്കുന്ന ഒരാളായിട്ട് മാത്രമേ കാണാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവൻ്റെ ഉള്ളിലേക്ക് യേശുക്രിസ്തു വരികയും അന്നു മുതൽ അവൻ ഹൃദയശുദ്ധിയുള്ളവനായി തീരുകയും ചെയ്യുകയാണ്.
അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവനായി തീർന്നു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അവന് ദൈവത്തെ കാണാനായിട്ട് കഴിയും എന്നുള്ളത്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല. പുറത്തു നിന്നുകൊണ്ട് അവർ വാചാലമായി സംസാരിച്ചേക്കാം, ദൈവം അവരുടെ ഉള്ളം കയ്യിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ പാപത്തിൻ്റെ അബദ്ധവഴികളിൽ സഞ്ചരിക്കാതെ അതിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാത്ത ഒറ്റ വ്യക്തിക്കും ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല. അതിനുള്ള ഏക വഴി ക്രിസ്തുവിനെ കണ്ടെത്തുക, യേശുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. യേശു ഉള്ളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പാപത്തിൽ നിന്ന് ആ മനുഷ്യൻ മുക്തനായിരിക്കുകയാണ്. പിന്നെ അവനിൽ വാഴുന്നത് യേശുവാണ്. അതുകൊണ്ട് ആ ശുദ്ധിയുള്ള ഹൃദയം കൊണ്ട് നിശ്ചയമായിട്ടും മനുഷ്യർക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. യേശു ഉള്ളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ അവൻ്റെ ഹൃദയം ശുദ്ധിയുള്ളതായി തീർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുപ്രായത്ത് വളരെ സജീവമായിരുന്ന ഒരു ക്രൈസ്തവ ലഘുലേഖയുണ്ടായിരുന്നു. തമ്പിയുടെ ഹൃദയം എന്നാണ് ആ ലഘുലേഖയുടെ പേര്. വളരെ സജീവമായിരുന്ന ഒരു ട്രാക്റ്റ്, ഒരു ചെറിയ പുസ്തകമാണത്. 5-8 പേജുകളുള്ള ഒരു ചെറിയ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ, യേശു ഉള്ളിൽ വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ ലോകത്തിലുള്ള പല തിന്മകളും മ്ലേച്ഛതകളും ലോകത്തിൻ്റെ മോഹങ്ങളുമൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഒരുപാട് ഇഴജന്തുക്കൾ, പക്ഷി മൃഗജാലങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ചിത്രങ്ങൾ അതിനകത്ത് പതിപ്പിച്ചിരിക്കുന്നതാണ് കാണാനായിട്ട് കഴിയും. അത് ലോകത്തിലുള്ള മോഹത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്. എന്നാൽ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വെളിച്ചം വന്നു. ഈ വെളിച്ചം വന്നതോടുകൂടെ ഇതിൻ്റെ അകത്തിരുന്ന ഓരോ മൃഗങ്ങൾ, ചിന്തകളെ പ്രതിദാനം ചെയ്യുന്ന ആ പക്ഷികൾ, മൃഗങ്ങൾ പുറത്തോട്ട് ചാടാനായിട്ട് തുടങ്ങുകയാണ്. അവറ്റകളെല്ലാം പുറത്തു പോയപ്പോഴത്തേക്കും യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ രൂപം ഇവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വരികയും പിന്നെ നിത്യമായിരിക്കുന്ന ഒരു സമാധാനത്തിൻ്റെ ഹൃദയത്തിന് അവൻ ഉടമയായി തീരുകയും ചെയ്യുന്നതാണ് ആ ട്രാക്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാണ്. പിന്നെ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയും. എപ്പോഴാണ് മനുഷ്യൻ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുന്നത്? യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു കേൾവി നിങ്ങൾ ഇന്ന് രാവിലെ കേൾക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവെ, ഞാൻ പാപിയാണ്, എൻ്റെ ഉള്ളിൽ നീ വന്ന് ജീവിക്കണം. ആ പാപത്തിൽ നടക്കാൻ ഇനി എന്നെ അനുവദിക്കാതെ ജയകരമായൊരു ജീവിതം നയിക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് യേശുക്രിസ്തു വരുവാനായിട്ട് ഇടയായിത്തീരും. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള യാത്രകൾ വളരെ സുഗമമാണ്, മുന്നോട്ടുള്ള യാത്രകൾ വളരെ ലളിതമാണ്. കർത്താവ് പിന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുകയും പിന്നെ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കടന്നു പോകാനായിട്ട് കഴിയും. ഒരിക്കൽ യേശു ഉള്ളിൽ വന്നിട്ട് അവൻ എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോവുകയല്ല, പിന്നെ അവൻ നിത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നൊമ്പരങ്ങളുടെ നടുവിൽ ഈ ദൈവത്തെ കാണാനായിട്ട് കഴിയും. ഏറ്റവും ഭംഗിയുള്ള ഹൃദയം അത് ശുദ്ധിയുള്ള ഹൃദയമാണ്. ആ ശുദ്ധിയുള്ള ഹൃദയം കൊണ്ട് നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയും. ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.